ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അനിയോട് നബി പറഞ്ഞു, അതെ അവന്തികയുടെ നല്ല സ്വഭാവ, അവള് നിന്റെ ഭാര്യയായിട്ട് വരുന്നുണ്ട്, നിനക്ക് എന്താ കുഴപ്പമിരിക്കണേ? അതെ അവളുടെ നല്ല സ്വഭാവമെന്ന് മാത്രം പറയരുത്. അവളുടെ സ്വഭാവം, അവൾ എന്റെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പോലും ഞാൻ കമ്പനിയുടെ MD ആയതുകൊണ്ടാ. അത് കേട്ടപ്പോ നവ്യ ഇങ്ങനെ അനിയെ നോക്കണം. അപ്പോഴേക്കും അനു പറഞ്ഞു, അല്ല എന്ത് പറ്റി പെട്ടെന്നൊരു മാറ്റം? അവന്തിയെ നീക്ക് ഇഷ്ടമില്ലായിരുന്നല്ലോ, പിന്നെന്താ? അവന്തികയെ നന്ദുവിനെ തമ്മിൽ തട്ടിച്ചു നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് തോന്നി നന്ദുവിനേക്കാളും ഒരുപടി ഉയർന്നു നിൽക്കുന്ന അവന്തികയാണ്. അതുകൊണ്ടാ നീയുമായിട്ടുള്ള കല്യാണം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, അവളുമായിട്ടുള്ള എന്റെ വിവാഹം നടക്കാൻ പോകുന്നില്ല. അവളാ അബിയുടെ പെങ്ങളല്ലേ, ആ സ്വഭാവമൊക്കെ അവൾക്കും കാണും. അത് കേട്ടത് നവ്യ പറഞ്ഞു, പിന്നെ അങ്ങനെ നീ അങ്ങോട്ട് കുറ്റപ്പെടുത്തി പറയൊന്നും വേണ്ട. നിനക്ക് ഈ പറയുന്ന നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാനായിരിക്കും ആഗ്രഹം. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. അനി ദേഷ്യത്തോടെ അപ്പോഴേക്കും പറഞ്ഞു, നിങ്ങളോട് ഇനി എനിക്ക് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നവ്യ പറഞ്ഞു, സംസാരിക്കണ്ട, അതാ നല്ലത്. അനി പെട്ടെന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നവ്യ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, അവന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണ്. എല്ലാരും എന്റെ മുന്നിൽ നന്നായിട്ട് അഭിനയിച്ചു, സത്യങ്ങൾ അറിയാവുന്നവരും അറിയത്തില്ലാത്തവരും എല്ലാം. എനിക്ക് ഇങ്ങനെ ഒരു നിലപാടെടുത്തേ മതിയാവുള്ളൂ, ഇങ്ങനെ മുന്നോട്ട് പോകാനേ സാധിക്കുള്ളൂ. പക്ഷെ ഇതിന്റെയൊക്കെ അവസാനം ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നന്ദു അനിയുടെ ജീവിതത്തിലേക്ക് വരണം, അവർ രണ്ടുപേരും ഒന്നാവണം. അതിനുവേണ്ടി മാത്രമാണ് ഇപ്പൊ ഞാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഒരു ചിന്തയോട് കൂടിയിട്ട് നവ്യ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് മുറിയിലേക്ക് വരുവാണ്. ഈ സമയത്ത് അബി അങ്ങോട്ടേക്ക് വന്നു. അബിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നബി പറഞ്ഞു, അവനുണ്ടല്ലോ അനി, അവൻ എവിടെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കുന്നുണ്ട്. നന്ദുവിനെ കുറിച്ചാണോ തോന്നുന്നേ? അവന്തികയായിട്ടുള്ള വിവാഹം എൻഗേജ്മെന്റ് വരെ എത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവന് സഹിച്ചില്ല. അപ്പൊ അതുകൊണ്ട് അവൻ അതിൻ്റെതായ ഒരു സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടെന്ന് തോന്നേ. അത് കേട്ടപ്പോ അബി പറഞ്ഞു, അവന്തിക അനിയും തമ്മിലുള്ള വിവാഹം നടക്കണം. അപ്പോഴേക്കും നബി പറഞ്ഞു, അതിന് അവന്തിക നമ്മുടെ പക്ഷത്തല്ലല്ലോ. അവന്തിക ഈ പറയുന്ന ആദർശിന്റെ നയനയുടെയൊക്കെ ഒപ്പമല്ലേ? എടി അത് ചിലപ്പം അങ്ങനെയൊന്നും ആയിരിക്കില്ല. ബുദ്ധിയുള്ള പെൺകുട്ടിയുടെ ലക്ഷണം അതൊക്കെ. എന്ത് നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കും അവള്. എന്തൊക്കെ അബി എന്താ പറയണ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടി അവള് നമ്മുടെ പക്ഷത്ത് തന്നെയാ. അതെ അബി വെറുതെ കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല. അവൾ അയർലൻഡിൽ നിന്ന് വന്നതിന് ശേഷം അവൾക്ക് നല്ല മാറ്റമുണ്ട്. അവള് മറ്റുള്ളവരോടൊപ്പം നിന്ന് നമ്മളെ കുറ്റപ്പെടുത്താനല്ലേ ശ്രമിച്ചോണ്ടിരിക്കുന്നേ. എടി അതൊക്കെ അവളുടെ ഒരു നാടകോ അബി ഈയിടെയായിട്ട് എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. ഞാനൊരു തുറന്ന പുസ്തകം പോലെ അബിയുടെ മുന്നിൽ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അബി അങ്ങനെയല്ല, എന്നിൽ നിന്ന് പലതും മറയ്ക്കുന്നുണ്ട്. എന്താ അബി പറഞ്ഞ എനിക്ക് അർത്ഥം എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതോ ഇപ്പൊ നീ തൽക്കാലത്തേക്ക് ഇത്ര മാത്രം അറിഞ്ഞാ മതി. അവള് നമ്മളോടൊപ്പമാന്ന്, മറ്റുള്ളവരോടൊപ്പമാന്നും പറഞ്ഞിട്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുക. നമ്മളോടൊപ്പം ചേർന്ന് തന്നെ അവള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവളുടെ സ്വഭാവത്തിനൊരു മാറ്റം ഒന്നും വന്നിട്ടൊന്നുമില്ല. അയർലൻഡിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എന്റെ ആ സംശയം അങ്ങോട്ട് മാറി. അത് കേട്ടപ്പോ നവിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഓഹോ, അപ്പൊ അവന്തിക്ക് നന്നായിട്ട് കളിച്ചോണ്ടിരിക്കുവാണ്. ഇപ്പോഴല്ല കാര്യങ്ങൾ കിടപ്പ് മനസ്സിലായത്. പെട്ടെന്ന് നബി പറഞ്ഞു, അങ്ങനെയാണെ പ്രശ്നമില്ല, അവന്തിക അനിയും തമ്മിലുള്ള വിവാഹം നടന്നോട്ടെ. പക്ഷെ ആ നന്ദു എന്ന് പറയുന്നവള് ഒരു കാരണവശാലും ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല. ഇനി എങ്ങാനും നന്ദുവായിട്ട് അനി ഒന്നിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതില്ലാതാക്കാനായിട്ട് എനിക്കറിയാം. അപ്പോഴേക്കും അനി പറഞ്ഞു, കാര്യങ്ങളൊക്കെ എങ്ങനെയാണെങ്കിലും ശരി, നന്ദു അനിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. അവര് തമ്മിൽ ഒന്നിക്കുമെന്ന് എനിക്ക് ഭയമുണ്ട്. ഇല്ലടാ ഒരു കാരണവശാലും ഒന്നിക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്തേലും ഒന്നിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നന്ദു ഈ വീട്ടിലേക്ക് കയറി വന്ന ഞാന് ഈ വീട്ടിൽ ഉറപ്പായിട്ടും കെട്ടി തൂങ്ങി ചാകും. അതിനൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞിട്ട് നവി അങ്ങോട്ട് കയറിപ്പോയി. അബിക്ക് സന്തോഷമായി. ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്നൊരു ചിന്തയായിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നെ. ഇവളും മരിച്ചു കിട്ടിയാലും മതി. അത് മാത്രമല്ല, ആ നന്ദു എന്ന് പറയുന്നുള്ള ഒരു കാരണവശാലും ഇങ്ങോട്ട് കയറി വരാനും പാടില്ല. അബി സന്തോഷത്തോടുകൂടി അങ്ങോട്ടേക്ക് പോയി. പിന്നീട് പൂജാമുറിയില് ദേവേനി പൂജകളൊക്കെ ചെയ്യുകയാണ്. അപ്പൊ മുത്തശ്ശനും എല്ലാരും ഉണ്ട്. അങ്ങനെ പൂജകളെല്ലാം ചെയ്തതിന് ശേഷം മുത്തശ്ശൻ പറഞ്ഞു, നന്നായിട്ട് പ്രാർത്ഥിച്ചു എല്ലാരും. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര പ്രധാനപ്പെട്ടതാണ്. അറിയാലോ, നമുക്ക് ഈ ഡിസൈൻ ഫെസ്റ്റ് വിജയിച്ചേ മതിയാവുള്ളൂ. ഈ ഡിസൈൻ ഫെസ്റ്റ് വിജയിച്ചാലോ നമ്മുടെ ഗ്രാഫ് മുകളിലേക്ക് വരുവുള്ളൂ. അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, ഉറപ്പായിട്ടും നമുക്ക് ഈ ഡിസൈൻ ഫെസ്റ്റ് വിജയിക്കാനായിട്ട് പറ്റും. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, എനിക്ക് നല്ലൊരു ടെൻഷനുണ്ട്. ഒരു പക്ഷേങ്കിൽ നമ്മളെക്കാളും നല്ല ഡിസൈൻ വരയ്ക്കുന്ന ആൾക്കാര് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് കിട്ടത്തില്ലേ? മുത്തശ്ശൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു.
അങ്ങനെ മുത്തശ്ശൻ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, നയനമോളെ ഡിസൈൻ വരയ്ക്കുന്നേ, നയനമോളെ ഡിസൈൻ വരയ്ക്കും, നമുക്കൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. അതുണ്ടമ്മേ, പക്ഷെ എന്ന് പറഞ്ഞാലും ഇപ്പൊ ഡിസൈനൊക്കെ മാറി മാറി വന്നിരിക്കുമല്ലേ, കാലം മാറുന്നതനുസരിച്ച് ഓരോ പുതിയ പുതിയ ഡിസൈൻ വന്നുകൊണ്ടിരിക്കുമല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ സിറ്റ് ഔട്ടിൽ പോയി ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത്. അനി പറഞ്ഞു, മുത്തശ്ശ ഞാൻ ഇറങ്ങുവാണ്. ആ ഇറങ്ങിക്കോ, നീ എന്തിനാടാ ആ നായനെ കൊണ്ട് ഡിസൈൻ വരപ്പിക്കാനായിട്ട് പോയത്? മുത്തശ്ശൻ കൃത്രിമമായിട്ട് ദേഷ്യപ്പെടുവാണ് അനിയോട്. അപ്പോഴേക്കും അനി പറഞ്ഞു, ആരെ കൊണ്ട് ഡിസൈൻ വരപ്പിച്ചാൽ എന്താ മുത്തശ്ശ, നമ്മൾ ജയിച്ചാൽ പോരെ, നായനടുത്തേക്ക് എന്താ ഒരു കുഴപ്പമിരിക്കുന്നേ? കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതെന്താണല്ലോ ആയിക്കോട്ടെ. പിന്നെ ഇതിനകത്ത് നമ്മൾ തോറ്റുപോകാനായിട്ട് പാടില്ല, അറിയാലോ, നമ്മൾ ഉറപ്പായിട്ടും വിജയിക്കും മുത്തശ്ശ. മുത്തശ്ശന്റെ അനുഗ്രഹം പിന്നെ നയനടുത്തിയുടെ കഴിവുണ്ടല്ലോ, അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശന്റെ കാല് തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിച്ചു, മുത്തശ്ശിയുടെ അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിയോ? എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ അനി അവിടെ നിന്ന് ഇറങ്ങി. അനി ഇറങ്ങി ഉടനെ മുത്തശ്ശൻ എന്ത് ചെയ്തു, നായനെ ഫോൺ ചെയ്യുക. മോളെ, അനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ അവനോട് കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു, മോളെ ഡിസൈൻ വരയ്ക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് കേട്ടപ്പോൾ നയന് ചിരിക്കുകയാണ്. മോളെ പേടിക്കൊന്നും വേണ്ട കേട്ടോ, നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പോയി പങ്കെടുത്തോ. അല്ല ആദർശ് വരുന്നുണ്ടോ? ആദർശേട്ടൻ വരുന്നില്ലെന്നാ പറഞ്ഞേ. ആ അനി ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് എത്തും, മോള് പേടിക്കൊന്നും വേണ്ട. ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഡിസൈൻ ഫെസ്റ്റ്. ഇതിനകത്ത് നമ്മൾ വിജയിക്കുവാണെങ്കിൽ നമ്മൾ ഒന്നാമതെത്തുക തന്നെ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, അറിയാലോ, ഇതിനകത്തും വിജയിച്ച് നമ്മുടെ ജൂവലറി ഒന്നാമതെത്തിക്കഴിഞ്ഞതിന് ശേഷം ശത്രുക്കളെയൊക്കെ പുറത്തു കൊണ്ടുവന്ന് ആദർശ് തലയെടുപ്പോട് കൂടിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാ ഞാൻ കാത്തിരിക്കുന്നത്. നയന പറഞ്ഞു, അതധികം വൈകാതെ ഉണ്ടാവും മുത്തശ്ശ എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശ സന്തോഷത്തോട് കൂടിയിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. ഇതേ സമയത്ത് നവ്യ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. അപ്പോഴേക്കും അഭി വന്നിട്ട്, നീ ഇതെങ്ങോട്ടാ? ക്ഷേത്രത്തിൽ വരെ പോവുക. ഇന്നലെ ഡിസൈൻ ഫെസ്റ്റ് വന്നിരിക്കുന്നേ, ഉറപ്പായിട്ടും നമ്മൾ ജയിക്കണം. ആ നയനെന്ന് പറയുന്ന പോലല്ലേ ഡിസൈനറായിട്ട് അവിടെ വന്നിരിക്കുന്നേ, അവള് ജയിക്കാനായിട്ട് പാടില്ല, നമ്മൾ വേണം ജയിക്കാനായിട്ട്. അത് കേട്ടപ്പോ അഭി ചോദിച്ചു, അല്ല നയനയോട് ഇപ്പൊ നിനക്ക് ദേഷ്യം ഉണ്ടോന്ന് ചോദിച്ചു. ദേഷ്യം ഉണ്ടോന്നോ? എനിക്ക് ശരിക്കും പറഞ്ഞ ദേഷ്യം ആരോടായിരുന്നറിയാവോ? നന്ദുവിനോടും ആ ആദർശനോടുമായിരുന്നു. പിന്നെ അവരെ അവള് സ്നേഹിക്കുന്നതുകൊണ്ട് അവളോട് എനിക്കിപ്പോ വെറുപ്പാ, അല്ലായിരുന്നേ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അവള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് അവളോടൊരു സിമ്പതിയൊക്കെ തോന്നിയതാ. പക്ഷെ ഇപ്പൊ എനിക്കതില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാ അബി, ഇന്ന് നമ്മൾ ജയിക്കും, അവര് തോറ്റുപോകും. പിന്നെ ഇന്ന് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന്റെ കാര്യം അറിയാലോ, ക്ഷേത്രത്തിൽ പോയി മനപുരി ഒന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് നയനെന്ന് പറയുന്നവൾ അവര് അവിടെ വരും ഡിസൈൻ ഫെസ്റ്റിന്. അപ്പൊ അബി പോകുന്നുണ്ടല്ലോ, കൂടെ ഞാനും വരും. എനിക്കവിടെ ചിരിച്ച മുഖത്തോടെ നിൽക്കാൻ സാധിക്കണമെങ്കിൽ ഇന്ന് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം. ഈ പറയുന്ന നയനയ്ക്ക് ദൈവാദിനം കുറച്ച് കൂടുതലുള്ളതാ, അവൾക്ക് മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ അറിയാം. പക്ഷെ ഇന്നത്തെ ദിവസം നമ്മുടേതായിരിക്കും. ഞാനും പോയി മനപുരി പ്രാർത്ഥിക്കും. അവള് പ്രാർത്ഥിക്കുന്നേക്കാളും കൂടുതലായിട്ട് നമ്മൾ ജയിക്കണോന്ന്. അത് കേട്ടപ്പോ അഭി പറഞ്ഞു, അല്ല പിന്നെ നിന്റെ അമ്മ എങ്ങാനും നിന്നെ തെറ്റിദ്ധരിപ്പിക്കാനോ മറ്റോ ശ്രമിക്കുകയോ മറ്റോ ചെയ്തോ? അതേക്കുറിച്ചൊന്നും നീ പറഞ്ഞു കേൾക്കുന്നില്ലല്ലോ. ഓ അതോ, അതൊന്നും പറയാതിരിക്കുന്ന നല്ലത്. എടാ, അമ്മ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എന്റെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എത്രയാന്ന് പറഞ്ഞാലും അങ്ങനെ ഉണ്ടാവുമല്ലോ. അഭി എപ്പോഴും ഞെട്ടലോടുകൂടി നവ്യെ നോക്കി. പിന്നെ അങ്ങനെ ഒരു സംശയം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, DNA ടെസ്റ്റിന് വേണ്ടി കൊടുത്തു. അത് കേട്ടതും അബി മനസ്സിൽ പറഞ്ഞു, എടി ആ കഥകളൊക്കെ എനിക്ക് അറിയാവുന്ന. എടാ, ഞാൻ ഡേവിഡ് സാറിൻ്റെ കൊടുത്ത് ഡേവിഡ് സാർ എന്താണെങ്കിലും അതിന്റെ മറുപടി എനിക്ക് തന്നു. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയുള്ള ഉത്തരവായിരുന്നു എനിക്ക് കിട്ടിയത്. അത് മാത്രമല്ല, എൻ്റെ അമ്മയും അനുജത്തിയും ഒക്കെ നന്നായിട്ട് വിമർശിക്കുകയും ചെയ്തു. നീ നിരപരാധിയാന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എത്രമാത്രം സന്തോഷമായെന്നറിയാവോ? അത് കേട്ടപ്പോ അബി പറഞ്ഞു, സ്വന്തം അമ്മ അനുജത്തിയൊക്കെയാ നിന്റെ ജീവിതം താർക്കാൻ ശ്രമിച്ചേ. അതേടാ അബി, പക്ഷെ അവർ ഇത്ര വലിയ ക്രൂരത ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. സാരമില്ല, അവർക്കിട്ടുള്ള പണി ദൈവമായിട്ട് കൊടുത്തോളൂ. പിന്നെ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നീ ധൈര്യമായിട്ടിരിക്കുക, നമ്മൾ എന്താണെങ്കിലും ഇന്ന് വിജയിക്കും. നമ്മൾ വിജയിച്ചിരിയോട് കൂടിയിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. എങ്കിൽ ശരി, ഞാൻ ക്ഷേത്രത്തിൽ ഒന്ന് പോയിട്ട് വരാം. ഇതിനെല്ലാം ശേഷം നമുക്ക് മൂകാംബിക ദേവിയെ ഒന്ന് തൊഴാൻ പോണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു, അത് ഉറപ്പായിട്ടും പോവാം, ഞാനത് നിന്നോടും പറയാനായിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ നവ്യ സന്തോഷത്തോട് കൂടിയിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അഭിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവള് തന്നോടൊപ്പമാണ്, തന്റെ ചതിയല്ല ഇവള് വിശ്വസിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവന്റെ മനസ്സിലും. കുറച്ച് കഴിഞ്ഞപ്പോൾ നവ്യ ക്ഷേത്രത്തിലേക്ക് ചെന്നു മനോരി പ്രാർത്ഥിക്കുകയാണ്, എന്റെ ഭഗവാനെ, ഇന്നത്തെ ദിവസം എന്റെ അനുജത്തി ജയിക്കണം.
ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരിക്കും. അവള് തലയെടുപ്പോട് നിൽക്കുന്ന കാണാനായിട്ട് സാധിക്കണം. അവൾക്കൊരു ആപത്തൊന്നും സംഭവിക്കരുത്. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഭംഗിക്ക് നടക്കണം എന്നൊക്കെ മനോരി പ്രാർത്ഥിക്കുകയാണ് നവ്യ. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനുമാണ് ആദർശും നയനയും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അങ്ങനെ അവർ വന്നിറങ്ങി കഴിഞ്ഞപ്പോൾ നവ്യ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടു. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, ദേ നിന്റെ ചേച്ചി വന്നിട്ടുണ്ട്. നമ്മൾ പരാജയപ്പെട്ടു പോണെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നാന്ന് തോന്നേ. അങ്ങനെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് പറഞ്ഞു, ഓ മൂർത്തി ജ്വല്ലറി തകർന്ന് തരിപ്പണായി പോകാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യ പറഞ്ഞു, അല്ലെങ്കിൽ ഏൻ ജ്വല്ലറി പരാജയപ്പെട്ടു പോകാനായിട്ട് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കില്ലല്ലോ. എന്നെ സഹായിക്കുന്ന ജ്വല്ലറി തകർന്നു പോകാൻ ഞാൻ പ്രാർത്ഥിക്കൂ? ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, അതറിയാവുന്ന കാര്യമാ, എന്നാലും ഇത്രയ്ക്ക് തരം താഴ്ന്നു പോവരുത് നവ്യെ. അത് കേട്ടപ്പോൾ നവ്യ പറഞ്ഞു, നിങ്ങളുടെ അത്രയും തരം താഴ്ന്നിട്ടില്ല ഞാന്. നിങ്ങൾ എന്താണെങ്കിലും ഇതിനകത്ത് വിജയിക്കാൻ പോകുന്നില്ല, പരാജയപ്പെടുള്ളൂ. വെറുതെ എന്തിനാ നയനെ നീ നിന്റെ എനർജി പാഴാക്കുന്നേ? അത് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അതിന്റെ വല്ല ആവശ്യമുണ്ടോ? അപ്പോഴേക്കും നയന പറഞ്ഞു, അതെ, മൂർത്തി ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇച്ചിരി എനർജി പാഴാക്കിയാലും എനിക്കത് പ്രശ്നമുള്ള കാര്യമല്ല. ആയിക്കോട്ടെ, നീ അങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. എന്താണെങ്കിലും ദേ ഇന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓ, അബി എപ്പോ വരുന്നുണ്ടായിരിക്കും അല്ലേ എന്ന് ആദർശ് വെച്ചു. അബി മാത്രമല്ല, ഞങ്ങളെല്ലാവരും വരുന്നുണ്ട് ഇന്ന് നിങ്ങൾ പരാജയപ്പെടുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അത് വെറുതെയാ, ഇന്ന് പരാജയപ്പെടുന്ന കാണാൻ നിനക്ക് സാധിക്കില്ല, നമുക്ക് നോക്കാം. ഇത് കേട്ടതും നയന പറഞ്ഞു, ചേച്ചി ഇപ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളൊക്കെ നശിച്ചു പോണേന്ന്. ഒരിക്കൽ ചേച്ചി ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കും അഭി നശിച്ചു പോണേന്ന്. കാരണം സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിയുമ്പം ഇന്നല്ലെങ്കിൽ നാളെ മൂടി വെച്ചിരിക്കുന്ന സത്യങ്ങളൊക്കെ പുറത്തു വരും. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അതെ, അനഘ റിക്കവറായിട്ട് വരുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അവള് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവള് തന്നെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയും. അപ്പോഴേക്കും നബി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു പറയിപ്പിക്കുന്ന സത്യങ്ങളൊക്കെ അല്ലേ, അതാര് വിശ്വസിക്കാനായിട്ടാ? നയന പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല ചേച്ചി. ആദർശ് പറഞ്ഞു, നിനക്കങ്ങനെ തോന്നുമായിരിക്കും. ഒരു പക്ഷേങ്കിലേ അവള് പറയുന്ന കാര്യം ആരും വിശ്വസിച്ചില്ലെങ്കിൽ അവള് കോടതിയുടെ നിയമസഹായം തേടുമായിരിക്കും. ആയിക്കോട്ടെ, അവൾ അങ്ങനെ തേടട്ടെ, അങ്ങനെ അവള് സത്യങ്ങൾ തെളിയിക്കട്ടെ, എങ്കിൽ ഞാൻ വിശ്വസിക്കാം. അതും പറഞ്ഞിട്ട് നവ്യ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ആദർശ് നയനയോട് പറഞ്ഞു, ഇവളോട് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മുടെ വായിക്കാത്ത വെള്ളം പറ്റുക അല്ലാതെ ഒരു പ്രയോജനം ഇല്ലാന്ന് പറഞ്ഞ് അവരങ്ങോട്ടേക്ക് ക്ഷേത്രത്തിനകത്തേക്ക് കയറിപ്പോവാണ്. ആ സമയം നവ്യെ തിരിഞ്ഞു നോക്കി. നവ്യക്ക് നല്ല സങ്കടം ഉണ്ടാകുന്നുണ്ടായിരുന്നു. പാവം തന്നെ അരിജത്തി. അവളെ തനിക്ക് വേദനിപ്പിക്കേണ്ടതായിട്ട് വന്നു. വേറൊരു നിവൃത്തി ഇല്ലാത്തോണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊരു ചിന്തയായിരുന്നു നവ്യയുടെ മനസ്സിൽ. അവർ പോകുന്ന നോക്കി നവ്യ ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിന്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.